കന്യാദാനം സീരിയൽ വളരെ പരിതാപകരമായ കഥയുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഥ എഴുതുന്നയാൾ രഘുവിനെ പോലെ സ്ഥിരം ഒരു മദ്യപാനിയാണോ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതുപോലെ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് മദ്യപിക്കുന്നതും മദ്യത്തിനു വേണ്ടി തല്ലുകൂടുന്നതും കുട്ടിയെ നോക്കാതെ കാണാതാവുന്നതുമൊക്കെ എഴുതി കുടുംബം മുഴുവൻ ഇരുന്ന് കാണുന്ന സീരിയലിൽ കൂടി ഇതുപോലെ കാണിക്കാൻ കഴിയൂ. ഒന്നുകിൽ ഇത് അയാളുടെ കഥയാകും, അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും കഥയാകും. സൽസ്വഭാവിയും സത്യസന്ധനുമായ അനന്തൻ മാഷിന്റെ മകൾ ഒരു സുപ്രഭാതത്തിൽ മുഴുനീളം മദ്യപാനിയായ ഒരാൾ കുടിക്കുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ മുഴുവനും മദ്യമെടുത്ത് കുടിക്കുന്നു. മദ്യപാനം തുടങ്ങുന്നവർ പതുക്കെ പതുക്കെയാണ് ഇത് തുടങ്ങുന്നതെന്നും ആദ്യമായി കുടിക്കുന്നവർ അതിഷ്ടപ്പെടാത്ത രീതിയിലാണ് കുടിക്കുന്നതെന്നും ഛർദ്ദിക്കുമെന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവിടെ അമ്മിളി ഇത് ഏതാണ്ട് ഇഷ്ടപ്പെട്ട് കുടിക്കുന്നതായി കാണിക്കുന്നു. ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭാര്യയും മദ്യപിക്കുന്നു. കഥാകൃത്തെ താങ്കൾക്ക് മിക്കവാറും ഇങ്ങനെയൊരു കഥ എഴുതി കാണിക്കുന്നതിൽ മദ്യപാനികൾക്കുള്ള സീരിയൽ എഴുതുന്ന സംഘടനയുടെ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു സീരിയൽ കൊണ്ടുപോയി നശിപ്പിച്ചില്ലാതാക്കി. ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് തന്നെ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്ന കുടുംബങ്ങളാണ് ഇന്നുള്ളത്. എന്നാൽ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മദ്യത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്നു. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നാണ് തോന്നിയത്. ഇത്രയ്ക്കും ഈ സീരിയലിനെ അധപ്പതിപ്പിക്കേണ്ടായിരുന്നു. നല്ല സ്വഭാവത്തിനുടമയായ ഒരു കഥാപാത്രമായിരുന്നു കന്യാദാനത്തിലെ രഘു. ആ കഥാപാത്രത്തിനെ സ്വർണ്ണക്കള്ളക്കടത്തിലെ സ്വർണം കട്ടെടുക്കുന്ന ഒരുവനാക്കി അതെടുക്കാനും വിൽപ്പിക്കാനും കൂട്ടുനിൽക്കുന്ന ഭാര്യയും അച്ഛനെ പോലെ സ്നേഹിച്ചിരുന്ന ദാസാർ എന്ന അങ്കിളും. മറ്റുള്ളവരുടെ പണം കൊണ്ടല്ല ആരും പണക്കാരനാകേണ്ടത്. നേർവഴിക്കുണ്ടാക്കിയ പണമേ എന്തിനും ഉപകരിക്കൂ, അല്ലെങ്കിൽ ആ പണം മാത്രം മതി നാശത്തിലേക്ക് എത്താൻ എന്നാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതിന് ഇതുപോലെ കുടുംബം നോക്കി നടക്കുന്ന സ്ത്രീകളെ മദ്യപിക്കുന്നവരാക്കി കാണിക്കേണ്ടിയിരുന്നില്ല. അനന്തൻ മാഷിന്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ നല്ല ജീവിതം ജീവിക്കുന്നത് കാണിക്കാതിരുന്നതും ഈ സീരിയൽ കഥാകാരന്റെ പരാജയമാണ്. ഏത് വീട്ടിലായാലും എല്ലാവർക്കും ജീവിതം പരാജയമായിരിക്കില്ല. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നവർ ഉണ്ടാകും. ഇത് അനന്തൻ മാഷിന്റെ മക്കൾ എല്ലാവരുടെയും ജീവിതം പ്രതിസന്ധിയിലാക്കി. സുശീലയോട് ഭർത്താവ് ചെയ്ത തെറ്റുകൾക്ക് പ്രതികാരം ചെയ്യുന്നു. സുശീലയോട് മാത്രമല്ലല്ലോ ശേഖരൻ തെറ്റ് ചെയ്തത്. ഇന്ദ്രന്റെ അമ്മയോടും ശേഖരൻ തെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ സുശീലയെ ശേഖരൻ വിവാഹം ചെയ്തത്. എന്നാൽ ഈ സുശീല എത്ര പേരോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്? എന്നിട്ട് സുശീലയ്ക്ക് മാത്രം എന്താണ് കഥാകൃത്തെ നിങ്ങൾ യാതൊരു വിഷമങ്ങളും കാണിക്കാത്തത്? അതെന്താ? ഇനി സുശീലയെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെ സുശീലയുടെ ദുഷ്പ്രവൃത്തികൾ കണ്ട് ദൈവങ്ങളൊക്കെ സുശീലയുടെ കൂടെയാണോ? സുശീലയുടെ സ്വഭാവം വെച്ച് ശേഖരനോട് സുശീല എന്തെങ്കിലും ചെയ്യട്ടെ, അതിനൊക്കെ ഈ മക്കളും കൂട്ടുനിൽക്കണോ? അതും സ്വന്തം അച്ഛനോട് കാണിക്കുന്ന ക്രൂരതകൾക്കാണ് ഇന്ദ്രനും സത്യനും കൂട്ടുനിൽക്കുന്നത്. സത്യന്റെ അച്ഛനും അമ്മയുമാണ് ശേഖരനും സുശീലയും. ഇന്ദ്രന്റെയോ സ്വന്തമെന്ന് ആകെ പറയാനുള്ളത് ഈ ശേഖരൻ എന്ന അച്ഛൻ മാത്രമാണ്. അച്ഛനെ കൂടെ നിർത്തി പ്രസവിച്ച അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം പോലുമില്ലാത്തൊരു മകൻ. അനുപമയ്ക്കുള്ള സ്നേഹം പോലും അച്ഛനോടില്ലാതെ പോറ്റമ്മയ്ക്ക് വേണ്ടി ഇത്രയും ദ്രോഹിച്ച സുശീലയ്ക്ക് വേണ്ടി ഇപ്പോഴും സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്ന മകനായി മാറി ഇന്ദ്രൻ. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.